കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൈ ഫാമിലി ആണല്ലേ? മൈ ഫാമിലി. ആദിശ്രീ മോളെ മൈ ഫാമിലി. ആദിശ്രീയുടെ ഫാമിലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ ആദിശ്രീ. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? I am Adisri. Then മിസ്സിനെ നോക്കി പറ. I love my family. okay, I love my family. Okay. അപ്പോ ആദിശ്രീ പറയാണ് I am ആദിശ്രീ. I love my family. അത് നമ്മൾ പഠിച്ചു അല്ലേ? പേര് പറയാ I love my family എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫാമിലിയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എന്റെ അച്ഛനെ അമ്മേനെ ഉപ്പ ഉമ്മ ഇവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറയണത്. I am ആദിശ്രീ. I love my family. അപ്പൊ ഉമർ ആണ് പറയണതെങ്കിൽ ഉമർ പറയും I am ഉമർ ജാഫർ. I love my family. അല്ലേ? ഹൈജോ പറയുമ്പോ എന്ത് പറയും? I am ഹൈജോ ഫെലിക്സ്. I love my family. അല്ലേ? സിയ ഫാത്തിമ ആണെങ്കിലോ സിയ ആണെങ്കിൽ സിയ പറയും I am സിയ ഫാത്തിമ. I love my family. അല്ലേ? എല്ലാവരും അവരവരുടെ പേരും പറയും. ആദിഷ് ആണ് പറയണതെങ്കിൽ ആദിഷ് എങ്ങനെ പറയും? ആദിഷ് എങ്ങനെയാ പറയും മോനെ? ആദിഷ് അൺമ്യൂട്ട് ചെയ്തേ. I am Adish. I'm Adish. I love my family. അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പറയാ അല്ലേ? അപ്പൊ നമ്മുടെ ഫാമിലിയില് ഫാദർ ഉണ്ടാവും അല്ലേ? ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ. ഹു ഈസ് ഫാദർ? ഫാദർ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയോ ഫാദർ എന്ന് വെച്ചാൽ ആരാണെന്ന്? ഇഷാനിക്ക് അറിയാം അല്ലേ? ഇഷാനി, ഹു ഈസ് ഫാദർ? അച്ഛൻ അല്ലേ? നമ്മുടെ അച്ഛനെയാണ് നമ്മള് ഫാദർ എന്ന് പറയാ അല്ലേ? ഫാദർ എന്ന് പറയും അല്ലേ? അച്ഛൻ. ദെൻ മദർ എന്ന് വെച്ചാൽ ആരാണ്? ഉമർ. ആരാണ് നമ്മൾ മദർ എന്ന് പറയാ? ഉമർ ആര്യാ? അമ്മയല്ലേ? ഓക്കെ. അച്ഛന് നമ്മള് ഫാദർ എന്ന് പറയും അല്ലേ? അമ്മയെ നമ്മൾ മദർ എന്ന് പറയും അല്ലേ ഹൈജോ? അപ്പൊ ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ ആരാണ് ഹൈജോ? ഗ്രാൻഡ് മദർ. ഹു ഈസ് ഗ്രാൻഡ് മദർ? ആരാണ് മോനെ? ഓക്കെ. നമ്മുടെ ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ നമ്മുടെ പാരന്റ്സിന്റെ മദറിനെയാണ് അല്ലെ നമ്മള് ഗ്രാൻഡ് മദർ എന്ന് പറയാം. അതായത് നമ്മുടെ ഫാദറിന്റെയോ മദറിന്റെയോ അമ്മയെ നമ്മള് ഗ്രാൻഡ് മദർ എന്ന് പറയും അല്ലേ? അപ്പൊ ഹു ഈസ് ഗ്രാൻഡ് ഫാദർ? നമ്മുടെ ഫാദറിന്റെ ഓർ മദറിന്റെ അച്ഛന് നമ്മള് ഗ്രാൻഡ് ഫാദർ എന്ന് പറയും അല്ലേ? അപ്പൊ നമ്മുടെ ഫാമിലിയില് മദർ ഉണ്ടാവും, ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ബ്രദർ ഓർ സിസ്റ്റർ അല്ലേ? അപ്പോ നമ്മുടെ ഫാമിലിയില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ദെൻ ആരുണ്ട്? ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ടാവും അല്ലേ? ചിലപ്പോ ബ്രദർ ഉണ്ടാവും ഓർ സിസ്റ്റർ. അതർവൈസ് ചില ആൾക്കാർക്ക് സിസ്റ്റർ ആയിരിക്കാം, ചില ആൾക്കാരുടെ വീട്ടില് ബ്രദർ ആയിരിക്കാം അല്ലേ? പിന്നെ ബേബി ഉണ്ടാവും അല്ലേ? കുഞ്ഞുവാവ, ചെറിയ ബേബി ഉണ്ടാവാറുണ്ടല്ലേ വീട്ടില്? ആരുടെങ്കിലും വീട്ടില് ബേബി ഉണ്ടോ? സ്മോൾ ബേബി, ലിറ്റിൽ ബേബി ആരുടെങ്കിലും വീട്ടിലുണ്ടോ? ഐവിന്റെ വീട്ടിലുണ്ട്, മുഹമ്മദ് റഫാന് ബേബി ഉണ്ട്, സിയ ഫാത്തിമയുടെ വീട്ടിലുണ്ട്, ഫാത്തിമ സിദ്ദീന്റെ വീട്ടില് ബേബി ഉണ്ട്, ഏതൻ ജമാത്തിക്ക് ബേബി ഉണ്ട് അല്ലേ? ഏതൻ. ഓക്കെ. അപ്പോ അൻവിത പ്രജീഷ് ബേബി ഉണ്ടോ? ഇല്ലാന്ന് അമ്മ പറയുന്നല്ലോ. അൻവിത ഉണ്ടോ? വെറുതെ പറയാനല്ലേ അൻവിത? വേർ ഈസ് യുവർ ബേബി? ഓക്കെ. അപ്പോ ചില ആൾക്കാരുടെ വീട്ടില് ബേബി ആയിരിക്കാം, ചില ആൾക്കാരുടെ വീട്ടില് ചേട്ടൻ ഉണ്ടാവും അല്ലെ? എത്ര പേർക്ക് ബ്രദർ ഉണ്ട്? ബ്രദർ ഹൈജോ ബ്രദർ ഉണ്ടല്ലേ? ബ്രദർ ഉണ്ടോ? ബ്രദർ ഉണ്ടോ ഹൈജോ? ഹൈജോ ഉണ്ടെന്ന് പറയുന്നു, അമ്മ പറയുന്നു ഇല്ല എന്നല്ലേ? അല്ലേ ഹൈജോ? അമ്മയോട് മിണ്ടണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ വേറെ ആർക്കുണ്ട് ബ്രദർ?
ഐവിൻ ജോസഫിൻ ഉണ്ട് ബ്രദർ അല്ലേ. ബിഗ് ബ്രദർ ഓർ യങ് ബ്രദർ? വലിയ ചേട്ടനാണോ ഉള്ളത്, ചേച്ചി സോറി അനിയനാണോ ഉള്ളത്? ചേട്ടൻ ഉണ്ടാവാ, അനിയൻ ഉണ്ടാവാ അല്ലേ. അത് നമ്മുടെ ബ്രദർ ആണ് അല്ലേ. ഓ സിസ്റ്റർ. സിസ്റ്റർ മീൻസ് ഗേൾ അല്ലേ, സിസ്റ്റർ. ചേച്ചി ഉണ്ടാവാ, അനിയത്തി ഉണ്ടാവാ അല്ലേ. ചേച്ചി ഉണ്ടാവും, അനിയത്തി ഉണ്ടാവും. അവരെ നമ്മള് സിസ്റ്റർ എന്ന് പറയും അല്ലേ. ചില ആൾക്കാരുടെ വീട്ടിൽ ചേട്ടനുണ്ട്, ചില ആൾക്കാർക്ക് ചേച്ചി ഉണ്ട് അല്ലേ. അങ്ങനെ ആരുടെയൊക്കെ വീട്ടില് സിസ്റ്റർ ഉണ്ട്? സിസ്റ്റർ എത്ര പേർക്കുണ്ട് സിസ്റ്റർ? ആദിശ്രീക്ക് ഒരു ചേച്ചി ഉണ്ട്, ഐവിന് സിസ്റ്റർ ഉണ്ട്, ദെൻ വേറെ ആർക്കും ഇല്ലേ? ഓക്കെ, ഫാത്തിമ സിദ്ദീഖിന്റെ ബേബി ആണല്ലേ അത്. ഹായ് ബേബി. ഓക്കെ, ഫാത്തിമ സിദ്ദീഖിന്റെ വീട്ടില് ബേബി ഉണ്ട് അല്ലേ. ഫാത്തിമയുടെ ബേബി ഉണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ചിലപ്പോ ബേബി ഉണ്ടാവാം, ബ്രദർ ഉണ്ടാവാം, സിസ്റ്റർ ഉണ്ടാവാം അല്ലേ. നമുക്ക് അങ്ങനെ എല്ലാവരും ഉണ്ട് അല്ലേ വീട്ടില്. ഫാദർ, മദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, ബേബി, ബ്രദർ, സിസ്റ്റർ, ആരായാലും അല്ലെ. ദിസ് ഇസ് അവർ ഫാമിലി അല്ലേ. അപ്പൊ ഇവരൊക്കെ കൂടി ഉള്ളതാണ് നമ്മുടെ ഫാമിലി അല്ലേ. നമ്മുടെ ബ്രദറും നമ്മുടെ സിസ്റ്ററും നമ്മുടെ പാരന്റ്സും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സും ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അവർ ഫാമിലി അല്ലേ. വി ലവ് അവർ ഫാമിലി അല്ലേ. എല്ലാവർക്കും അവരുടെ ഫാമിലി ഇഷ്ടല്ലേ? ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ. എല്ലാവർക്കും ഫാമിലിയെ ഇഷ്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ട്. വി ലവ് അവർ ഫാമിലി അല്ലേ. പാരന്റ്സ് ഉണ്ട്, ദാറ്റ് ഈസ് അച്ഛൻ അമ്മ ഉണ്ട്, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, ഓർ ബ്രദർ ഓർ സിസ്റ്റർ, അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലേ ഫാമിലിയില്. ദെൻ നോക്കുക, ആന്റിയും അങ്കിളും ഉണ്ടാവാറുണ്ട് അല്ലേ. ആണ്ട് ആൻഡ് അങ്കിൾ ആൻഡ് കസിൻസ് അല്ലേ. നമ്മുടെ ആന്റിയുടെ അങ്കിളുടെ ഒക്കെ കുട്ടികളും ഉണ്ടാവും അല്ലെ നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടി അല്ലേ. നമ്മുടെ ആന്റിയുടെ അങ്കിളുടെ ഒക്കെ കുട്ടികൾ വരാറില്ലേ നമ്മുടെ വീട്ടിൽ കളിക്കാൻ. അപ്പൊ അവരുടെ കുട്ടികളൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, കസിൻസ് എന്ന് പറയാ അല്ലെ. നമ്മുടെ ആന്റിയുടെയോ അങ്കിളിന്റെയോ ഒക്കെ കുട്ടികളെ നമ്മള് കസിൻസ് എന്ന് പറയും അല്ലെ. ആന്റിയുടെ അങ്കിളിന്റെയും കുട്ടികളെ നമ്മള് കസിൻസ് എന്ന് പറയും. നമ്മുടെ വീട്ടില് മെയിൻലി പാരന്റ്സ് ഉണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, ബ്രദർ, സിസ്റ്റർ ഓർ ബേബി ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അവർ ഫാമിലി. ഓക്കെ, വി ലവ് അവർ ഫാമിലി അല്ലേ. നമ്മള് നമ്മുടെ ഫാമിലിയെ ലവ് ചെയ്യുന്നുണ്ട് അല്ലേ. എവ്രിബഡി ലവ്സ് യുവർ ഫാമിലി അല്ലേ. എല്ലാവർക്കും. അൻവിത, വാട്ട് ആർ യു ഡൂയിങ് ദയർ? ഫോണിൽ തൊടാൻ പാടില്ല, അവിടെ അടങ്ങിയിരിക്കണം കേട്ടാ. എവിടെ പോകുന്നു? കം ഹിയർ, ഡോണ്ട് ഗോ. ക്ലാസിന്റെ ഇടയിൽ ആരും എണീറ്റ് പോവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്കൂള് തുറക്കില്ല. അപ്പൊ നമുക്ക് പുതിയ ബുക്കും ബാഗും പുസ്തകങ്ങളും യൂണിഫോമും ബോക്സും ഒക്കെ വാങ്ങണ്ടേ നമുക്ക്. ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പെട്ടെന്ന് സ്കൂള് തുറക്കൂ. അപ്പൊ മാത്രമേ പുതിയ ബാഗ്, പുതിയ കൊട, പുതിയ ബാഗും കൊടയൊക്കെ വാങ്ങിക്കണ്ടേ. വാങ്ങിക്കണം അല്ലേ. എന്ത് കളറാ വാങ്ങുന്നത് എല്ലാവരും? നല്ല റെഡ്, ഗ്രീൻ, യെല്ലോ അല്ലേ. ഓക്കെ, പല പല കളറുള്ള ബാഗ് വാങ്ങണം നമുക്ക്. പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം, കൊട വാങ്ങണം. പോപ്പിക്കൊട അല്ലേ, പോപ്പിക്കൊടയല്ലേ വാങ്ങിക്കുന്നേ. പോപ്പിക്കൊട വാങ്ങിക്കണം. പിന്നെ സ്കൂൾ ബസ്സിൽ കയറി വരണം അല്ലേ. നല്ല പുതിയ യൂണിഫോമും പുതിയ ബാഗും കൊടയൊക്കെ എടുത്ത് സ്കൂൾ ബസ്സിൽ കയറി നമുക്ക് സ്കൂളിൽ വരണ്ടേ. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പെട്ടെന്ന് സ്കൂള് തുറക്കൂ, പെട്ടെന്ന് സ്കൂളിൽ വരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബലൂൺ തരും. സാർ ഇവിടെ കുറെ ബോളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും തരാൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് സ്കൂളിൽ വന്നാൽ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ആരൊക്കെ ഇരുന്നെടുത്തുനിന്ന് അനങ്ങുന്നേ നോക്കട്ടെ. ഇരുന്നെടുത്തുനിന്ന് അനങ്ങുന്നവർക്ക് ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നുമില്ല. നല്ല നീറ്റ് ആയിട്ട് നല്ല ഡിസിപ്ലിനോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ സ്കൂളിൽ വരുമ്പോ ഗിഫ്റ്റ് കിട്ടൂ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നവർക്ക് ഒന്നുമില്ല. അമ്മ പറയുന്നത് കേൾക്കണം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. മിസ് പറയുന്ന എല്ലാം കേൾക്കണം. ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയണം. ഓക്കെ,
Are you ready? അൻവിത പ്രജീഷ് എണീറ്റ് നടന്നു. അൻവിതയ്ക്ക് ഒരു ഗിഫ്റ്റും ഇനി കിട്ടൂല അല്ലേ? അൻവിത വേഗം വന്ന് ചേർലിരുന്നോ. ഓക്കെ, എണീറ്റ് നടക്കാൻ പാടില്ല കേട്ടോ. എന്നാൽ മാത്രമേ സ്കൂള് പെട്ടെന്ന് തുറക്കൂ, നമുക്ക് സ്കൂളിൽ വരാനൊക്കെ പറ്റൂ. മിസ്സിനെ കാണണ്ടേ എല്ലാവർക്കും? എല്ലാവരും ഇങ്ങനെ ഫോണിലും കമ്പ്യൂട്ടറിലും മാത്രമല്ലേ കാണുന്നുള്ളൂ. നമുക്ക് സ്കൂളിൽ വന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. നമുക്ക് കാണണ്ടേ? മിസ്സിന് എല്ലാവരെയും കാണണമെന്നുണ്ട്. അതിനെന്ത് വേണം? സ്കൂള് തുറക്കണം അല്ലേ? അതിനു വേണ്ടി നമ്മൾ നല്ല കുട്ടികളായിട്ട് അമ്മമാര് പറയുമ്പോ ക്ലാസ്സിന്റെ ടൈമിൽ അടങ്ങിയിരിക്കുക, എഴുതിക്കുന്നതൊക്കെ നന്നായിട്ട് എഴുതുക അല്ലേ, നന്നായിട്ട് പഠിക്കുക അല്ലേ. കുറെ പഠിക്കണ്ടേ നമുക്ക്? പഠിക്കണം അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അമ്മ പറയുന്നതെല്ലാം അനുസരിച്ച്. ഉമർ എണീറ്റ് പോയി. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫാമിലിയെ കുറിച്ചാണ് അല്ലേ? മൈ ഫാമിലി അല്ലേ? മൈ ഫാമിലി എന്ന് വെച്ചാ എന്റെ ഫാമിലി അല്ലേ, എന്റെ വീടല്ലേ, എന്റെ കുടുംബം. I am, here is a girl അല്ലേ? ഇവിടെ ഒരു പെൺകുട്ടി പറയാണല്ലേ. She's name is Nikki അല്ലേ? Here I am Nikki, I love my family അല്ലേ? നിക്കി പറയാണ് I am Nikki, I love my family എന്ന് പറഞ്ഞല്ലേ. അതുപോലെ നമ്മൾ പറയാൻ പഠിച്ചു അല്ലേ? I am Adisri, I love my family. I am Ivin Joseph, I love my family. I am Umar Jafar, I love my family. അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു അല്ലേ? I am Lubaba, I love my family. I am Nitasha, I love my family അല്ലേ? അതൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു അല്ലേ? സിയ, ഫാത്തിമ, അങ്ങനെ എല്ലാവരും നന്നായിട്ട് പറയാൻ പഠിച്ചു. ഇതെല്ലാവരും നന്നായി പറഞ്ഞു പഠിക്കുക അല്ലേ? മൈ നെയിം പറയാ. I am Anvita Prajesh, I love my family. അങ്ങനൊക്കെ പറയാൻ നമ്മൾ പഠിക്കണം അല്ലേ? സ്കൂളിൽ വരുമ്പോ മിസ്സിനെ എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേൾപ്പിക്കണം. സ്കൂള് തുറക്കുന്ന ദിവസം തന്നെ എല്ലാവരും ഇംഗ്ലീഷിൽ പറയണം അല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പഠിക്കണം അല്ലേ? അപ്പോ ഇനി നമ്മളിപ്പോ ഫാമിലിയെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് പറയാം അല്ലേ? വീടിനെ എന്താ ഇംഗ്ലീഷിൽ പറയുക? വീട് ആർക്കറിയാ? വീടിന് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില്? ഇഷാനിക്കറിയാം, ഫാത്തിമ മെഹ്റീൻ പറയാ അല്ലേ? ഫാത്തിമ മെഹ്റീൻ എന്താ മോള് പറയാ വീടിന്? ഹൗസ് അല്ലേ? വെരി ഗുഡ്, ഹൗസ്. ഇഷാനി എന്താ പറയാ മോളെ വീടിന്? ഇഷാനി അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, ഹൗസ് അല്ലേ? ഓക്കെ, ഹൗസ്. ഇനി ആരാ പറയുന്നത്? ഫാത്തിമ സിദ്ദീഖ് എന്താ പറയും മോളെ വീടിന്? അൺമ്യൂട്ട് ചെയ്ത്. ഹൗസ് അല്ലേ? ഓക്കെ, ഹൗസ്. Then എയ്തൻ ജെ മാത്യു, വീടിന് നമ്മൾ എന്താ പറയാ മോനെ ഇംഗ്ലീഷില്? വീട് ഹൗസ് അല്ലേ? ആദിഷ് വീടിന് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഹൗസ് അല്ലേ? ഓക്കെ. Then ഹൈജോ നമ്മൾ എന്താ പറയാ മോനെ വീടിനെ? പറഞ്ഞു മോനെ. ഹൗസ് അല്ലേ? ഓക്കെ, ഹൗസ്. Then ആദിശ്രീ നമ്മൾ എന്താ പറയാ? ആദിശ്രീ ഹൗസ് അല്ലേ? ഓക്കെ, ഹൗസ്. എയ്ബൽ സിൻഡോ വീടിന് നമ്മൾ എന്ത് പറയും മോനെ? എയ്ബൽ ഹൗസ് അല്ലേ? അപ്പൊ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് വീടല്ലേ? ഓക്കെ, അൻവിത മോളെ നമ്മള് വീടിന് എന്താ പറയാ? ഹൗസ് അല്ലേ? ഓക്കെ, ഐവിൻ ജോസഫ് വീടിന് നമ്മൾ എന്ത് പറയും മോനെ? വീടിനെന്താ പറയുന്ന പറ. ഹൗസ് ഹൗസ് അല്ലേ? ഓക്കെ, വീടിന് നമ്മള് ഹൗസ് എന്നാണ് പറയാ അല്ലേ? നിതാഷ വീടിന് നമ്മൾ എന്താ പറയാ മോളെ? നിതാഷ
house. ഹൗസ് അല്ലേ? ഓക്കെ. സിയ ഫാത്തിമ, വീടിന് നമ്മൾ എന്താ പറയാ സിയ? House. ഹൗസ് അല്ലേ? ഹൗസ്. മുഹമ്മദ് ഷഹൽ, മോനെ വീടിന് നമ്മൾ എന്താ പറയാ? House. ഹൗസ് അല്ലേ? ലുബാബ, വീടിന് എന്താ പറയാ മോളെ ലുബാബ? വേഗം പറയൂ ലുബാബ, പറയും മോളെ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ മോളെ ലുബാബ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഹൗസ് അല്ലേ? ഓക്കെ. അപ്പോ വീടിന് നമ്മള് ഓക്കെ ഹൗസ് അല്ലേ? വീടിന് നമ്മള് ഹൗസ് എന്ന് പറയും അല്ലേ? നമ്മുടെ വീടിനെ ഇനി ആരാ പറയാനുള്ളത് ഹൗസ്? എല്ലാവരും പറഞ്ഞില്ലേ? ഹൈജോ പറഞ്ഞിട്ടില്ല അല്ലേ? ഹൈജോ എന്താ മോനെ പറയാ വീടിനെ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഹൗസ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ വീടിന് നമ്മള് ഹൗസ് എന്ന് പറയും അല്ലേ? റഫാൻ, ഹൗസ് എന്നൊന്ന് പറഞ്ഞേ, ശബ്ദത്തില് പറഞ്ഞേ, നല്ല ശബ്ദത്തില്. ഹൗസ് എന്ന് പറഞ്ഞേ റഫാൻ. ഹൗസ് അല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ വീടിന് നമ്മള് ഫാത്തിമ സിദ്ദീഖ് ഒന്ന് പറഞ്ഞ മോളെ, വീടിന് നമ്മൾ എന്താ പറയാ? ഹൗസ് അല്ലേ? അപ്പൊ ഫാമിലി എന്ന് വെച്ചാലോ? ഫാമിലി കുടുംബം അല്ലേ? അപ്പൊ വീടിന് നമ്മള് ഹൗസ് എന്ന് പറയും, നമ്മുടെ കുടുംബത്തിന് നമ്മള് ഫാമിലി എന്ന് പറയും അല്ലേ? അപ്പൊ ഈ ഫാമിലി എല്ലാം കൂടെ ഒരു ഹൗസിലാണല്ലേ താമസിക്കുക അല്ലേ? ഫാമിലി എല്ലാവരും കൂടെ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ നമുക്കല്ലേ? അതിനാണ് നമ്മള് ഹൗസ് എന്ന് പറയാ അല്ലേ? നമ്മള് താമസിക്കുന്ന സ്ഥലം അല്ലേ? നോക്കുക ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക കേട്ടോ. മൈ ഹൗസ് എന്നുണ്ടല്ലേ, എന്റെ വീട് എന്നുണ്ടല്ലേ. റോണി lives in a house with his family അല്ലേ? റോണി is a boy. റോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോയ് ഉണ്ട് അവിടെ അല്ലേ? റോണി lives in a house. lives in a house എന്ന് വെച്ചാ വീട്ടില് താമസിക്കുക അല്ലേ? റോണി എന്ന് പറയുന്ന ഒരു കുട്ടി, നിങ്ങളെ പോലുള്ള റോണി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? വിത്ത് ഹിസ് ഫാമിലി, അവന്റെ കുടുംബത്തിന്റെ കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? അപ്പോ അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? നമ്മുടെ ഫാമിലി എല്ലാം കൂടെ താമസിക്കാൻ നമുക്കൊരു വീട് വേണം അല്ലേ? ആ വീടിനെയാണ് നമ്മള് ഹൗസ് എന്ന് പറയാ. നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതാണ് നമ്മുടെ ഹൗസ് അല്ലേ? വി ലവ് അവർ ഹൗസ് ഓൾസോ അല്ലേ? നമുക്ക് നമ്മുടെ ഫാമിലിയെ ഇഷ്ടമുള്ള പോലെ തന്നെ നമ്മുടെ വീട് ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും അല്ലേ? അപ്പോ നമുക്ക് ഒരു ഫാമിലി ഉണ്ടല്ലേ? ഫാമിലി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം അല്ലേ? ആ ഫാമിലിയെ നമുക്ക് ഇഷ്ടമാണ്, അതുപോലെ നമ്മുടെ വീട് നമുക്ക് ഇഷ്ടമാണ് അല്ലേ? ഈ ഫാമിലിയുടെ എല്ലാം കൂടെ നമ്മള് താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ? അതിനെയാണ് നമ്മള് നമ്മുടെ ഹൗസ് എന്ന് പറയാ. എല്ലാവർക്കും ഹൗസ് ഇഷ്ടമല്ലേ? അവരവരുടെ ഹൗസ്, നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എവിടെ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരാനാണല്ലേ ഇഷ്ടം? നമ്മുടെ വീട് നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ ആദിശ്രീ? ആ ഓക്കെ. അപ്പോ ഇവിടെ ഒരു ഹൗസിന്റെ ചിത്രം ഉണ്ടല്ലേ? നോക്കിയേ, ഒരു പിക്ചർ കണ്ടോ? ദാറ്റ് ഈസ് റോണീസ് ഹൗസ്. റോണി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ഒരു കുട്ടീന്റെ വീടാണത്. ഹി ഈസ് റോണി. നിങ്ങളെ പോലെയുള്ള റോണി എന്ന് പറഞ്ഞ ഒരു കുട്ടീന്റെ വീടാണ് കാണുന്നത് അല്ലേ? there are many rooms in his house അല്ലേ? ആ വീട്ടില് ഒരുപാട് മുറികളുണ്ട് അല്ലേ? ഒരുപാട് മുറികളുണ്ട് റോണിയുടെ വീട്ടില്. അപ്പോ നമ്മുടെ വീട്ടില് ഏതൊക്കെ മുറികളാണ് ഉണ്ടാവുക? അൻവിത, why are you play with your textbook? ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് കളിക്കാൻ പാടില്ല. സ്കൂള് തുറക്കുമ്പോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല പഠിക്കാൻ വേണ്ടി. ഓക്കെ,
അൺമ്യൂട്ട് ചെയ്തേ മോളെ അൻവിത. ഓക്കെ അൻവിത. അപ്പോ നമ്മുടെ വീടിന് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷിൽ അൻവിത? ഫാമിലി. ഹൗസ്. ആ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്? കുടുംബം. കുടുംബം അല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീടല്ലേ? അപ്പൊ നമ്മുടെ വീട്ടില് ഒരുപാട് റൂംസ് ഉണ്ടല്ലേ അൻവിത? Sit there, don't play. Okay? Sit there. Okay. അപ്പോ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ മുറികളുണ്ട് അൻവിത? ഒന്ന് പറഞ്ഞേ മോളെ. എത്ര മുറികളുണ്ട് നമ്മുടെ വീട്ടിൽ? ഏതൊക്കെ മുറികളാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക? പറയും മോളെ അൻവിത. എത്ര റൂംസ് ഉണ്ടാവും? ബെഡ്റൂം. ബെഡ്റൂം ഉണ്ടാവും. പിന്നെ ബെഡ്റൂം ഉണ്ടാവാറുണ്ടല്ലേ? കിച്ചൺ. പിന്നെയോ കിച്ചൺ എന്ന് വെച്ചാൽ എന്താണ് മോളെ അൻവിത? കിച്ചൺ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം കിച്ചൺ എന്ന് വെച്ചാൽ? കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ് കിച്ചൺ? അടുക്കള അല്ലേ? ഓക്കെ. അപ്പോ ഓക്കെ സിയ, മിസ് കണ്ടുട്ടോ. അപ്പോ നമ്മുടെ വീടുണ്ട്. ആ വീട്ടില് നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുക അല്ലെ? നമ്മുടെ ഫാമിലിയുടെ എല്ലാവരുടെയും കൂടെ വെരി ഹാപ്പി ആയിട്ട് നമ്മള് നമ്മുടെ ഹൗസിൽ താമസിക്കും. അപ്പൊ നമ്മുടെ ഹൗസില് ഒരുപാട് മുറികൾ ഉണ്ടാവും അല്ലേ? ലിവിംഗ് റൂം ഉണ്ടാകാം, ബെഡ്റൂം ഉണ്ടാകും, കിച്ചൺ ഉണ്ടാകും, ബാത്റൂം ഉണ്ടാകും അല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ? 1, 2, 3, 4, 5 എത്രയെങ്കിലും ബെഡ്റൂം ഉണ്ടാവാം. ഒരു കിച്ചൺ ഉണ്ടാവാം അല്ലേ? 2 കിച്ചൺ ഉള്ള ആൾക്കാരുണ്ടോ വീട്ടില്? 2 കിച്ചൺ ഒന്നും ഉണ്ടാവാറില്ല അല്ലേ? കിച്ചൺ മെയിൻലി ഒന്നാണല്ലേ ഉണ്ടാവുക സാധാരണയായിട്ട്. ഒരു കിച്ചൺ ഉണ്ടാകാം, ഒരു ലിവിംഗ് റൂം ഉണ്ടാകും, 3, 4 എത്രയെങ്കിലും ബെഡ്റൂമുകൾ ഉണ്ടാകാം അല്ലേ? ബാത്റൂം ഉണ്ടാകാം, 1, 2, 3 എത്ര ബാത്റൂമും ഉണ്ടാകാം അല്ലേ? ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട് അല്ലേ? വേറെ തന്നെ ബാത്റൂം ഉണ്ട്. അപ്പോ നമ്മുടെ വീട്ടില് ഒരു ലിവിംഗ് റൂം ഉണ്ടാവും അല്ലേ? ലിവിംഗ് റൂം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കയറി വരുമ്പോ തന്നെ ആദ്യം ഒരു റൂം ഉണ്ട് അല്ലേ? നമ്മൾ ടിവിയും നമ്മുടെ ടേബിളും നമ്മുടെ സോഫയും ഒക്കെ ഉള്ള ഒരു സ്ഥലം അല്ലേ? എല്ലാവരും വന്നാല് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒക്കെ വന്നാല് കയറി ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ? ഹാൾ അല്ലേ? നമ്മൾ മെയിൻലി സെൻട്രൽ ഹാൾ എന്ന് പറയും അല്ലേ? നമ്മുടെ വീട്ടിലൊരു ഹാൾ ഉണ്ടാവാം അല്ലേ? ഹാൾ ഉണ്ട്. അതിനെയാണ് നമ്മള് ലിവിംഗ് റൂം എന്ന് പറയാ അല്ലേ? എല്ലാവരും വന്നിട്ട് വേഗം ഇരിക്കുന്ന സ്ഥലം അല്ലേ? നമ്മൾ ടി വി കാണാനിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലിവിംഗ് റൂം ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ? പിന്നെ ബെഡ്റൂം ഉണ്ടാകാം അല്ലേ? ബെഡ്റൂം എന്ന് വെച്ചാൽ എന്താണ്? ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യാ? ഫുഡ് ഉണ്ടാക്കുകയാണോ ചെയ്യാ? അല്ല കളിക്കുകയാണോ ചെയ്യാ? ഉറങ്ങുകയാണോ ചെയ്യാ? കുളിക്കുകയാണോ ചെയ്യാ? മുഹമ്മദ് ഷഹൽ മോനെ, ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യാ? ഏത് റൂമിനെയാ നമ്മൾ ബെഡ്റൂം എന്ന് പറയാ മുഹമ്മദ് ഷഹൽ? കിടക്കുന്ന അല്ലേ? നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു റൂം ഉണ്ടല്ലേ? നമ്മുടെ ബെഡും നമ്മുടെ കട്ടിലും ഒക്കെ ഉള്ള സ്ഥലം അല്ലേ? അവിടെയാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങുക അല്ലേ? അതിനെയാണ് നമ്മള് ബെഡ്റൂം എന്ന് പറയാ അല്ലേ? ബെഡ്റൂം, അതാണ് നമ്മുടെ ബെഡ്റൂം അല്ലേ? നമ്മള് കിടന്ന് ഉറങ്ങുന്ന സ്ഥലം അല്ലേ? അപ്പോ ഒരു വീട്ടിൽ ഏതൊക്കെ റൂം ഉണ്ട്? ലിവിംഗ് റൂം ഉണ്ട് അല്ലേ? ലിവിംഗ് റൂം എന്ന് വെച്ചാല് നമ്മുടെ ടി വി ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ടി വി ഒക്കെ കാണാനിരിക്കുന്ന റൂം അല്ലേ? അതിനെയാണ് നമ്മള് ലിവിംഗ് റൂം എന്ന് പറയാ. പിന്നുള്ളത് ബെഡ്റൂം ആണ് അല്ലേ? 1, 2, 3, 4 എത്രയെങ്കിലും ബെഡ്റൂം ഉണ്ടാകാം അല്ലേ? നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലം. നമുക്കൊരു റൂം ഉണ്ടാവാം, നമ്മുടെ പാരന്റ്സിന്റെ റൂം ഉണ്ടാവാം, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ കിടന്നുറങ്ങുന്ന ഒരു റൂം ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് മുറികൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ വീട്ടില് ഒരുപാട് മുറികളുള്ള വീടുണ്ട്. ഒരു മുറിയുള്ള വീടുണ്ട്, 2 മുറിയുള്ള വീടുണ്ട് അല്ലേ? ഓരോരുത്തരുടെ വീട് ഓരോ ടൈപ്പ് ആയിരിക്കും അല്ലേ? നിറയെ മുറികളുള്ള ഒരുപാട് മുറികളുള്ള വീട് ഉണ്ടാവാം, 1, 2 മുറികളുള്ള വീട് ഉണ്ടാവും അല്ലേ? അപ്പോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ? ഓരോരുത്തർക്കും
പല പല ടൈപ്പ് വീടുകളായിരിക്കും അല്ലെ. എല്ലാവർക്കും ഒരുപാട് വലിയതാവണമെന്നില്ല, ഒരുപാട് കുഞ്ഞതാവണമെന്നില്ല അല്ലെ. എന്തായാലും നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട് അല്ലെ. അത് വലിയതാണോ ചെറിയതാണോ എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ എവിടെയാണോ നമ്മൾ ഹാപ്പി ആയിട്ട് താമസിക്കുന്നത് അതാണ് നമ്മുടെ ഫാമിലി അല്ലെ. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ഹൗസ് അല്ലെ. അത് വലിയതായാലും സാരില്ല, ചെറിയ വീടായാലും സാരില്ല അല്ലെ. കുഞ്ഞു വീടാണെങ്കിലും നമ്മൾ എവിടെയാണോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ബി ഹാപ്പി അല്ലെ. നമ്മള് ഏറ്റവും ഹാപ്പി ആയിട്ട് താമസിക്കുക അതാണ് നമ്മുടെ വീടല്ലേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അല്ലെ. നമ്മുടെ ഫാമിലി അല്ലെ, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെ. അവർ ചിലപ്പോ നമ്മളെ വഴക്കെല്ലാം പറയും അല്ലെ. കുസൃതി കാണിക്കുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയും, തല്ലും അല്ലെ. ക്ലാസ്സിൽ ഇരുന്നില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തല്ലും ഒക്കെ ചെയ്യും അല്ലെ. പക്ഷെ എന്നാലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടാണല്ലേ. നിങ്ങള് അവരുടെ കുട്ടികളല്ലേ. അപ്പൊ നിങ്ങളെ ചിലപ്പോ തല്ലും, ചിലപ്പോ ചീത്ത പറയും അല്ലെ. അതൊന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോ ചിലപ്പോ ടീച്ചേഴ്സും നിങ്ങളെ വഴക്ക് പറയും. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ വീട്ടിൽ നിന്ന് കുസൃതി കളിക്കുമ്പോ അമ്മയും വഴക്ക് പറയും അല്ലെ. അമ്മ തല്ലാറുണ്ടോ നിങ്ങളെ? എത്ര പേർക്ക് അമ്മേന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാറുണ്ട്? ഒന്ന് കൈ ഉയർത്തിയ നോക്കട്ടെ. ആർക്കും കിട്ടാറില്ലേ? നിങ്ങളെല്ലാം അത്ര മിടുക്കന്മാരാ? അമ്മമാര് തല്ലാറേ ഇല്ല? ഹൈജോക്ക് കിട്ടാറുണ്ട് തോന്നി, മിസ്സിന് തോന്നി. പിന്നെയോ വേറെ ആർക്ക്? ആസിയ ഫാത്തിമക്ക് കിട്ടാറുണ്ട്, ഫാത്തിമ, മെഹ്റിൻ, എയ്തൻ ജെ മാത്യു അമ്മ തല്ലാറേ ഇല്ല? മിസ്സിന് മോനുണ്ട്, മിസ്സും തല്ലാറുണ്ട് അല്ലേ? ചിലപ്പോ നമ്മുടെ അൻവിത പ്രജീഷ് അമ്മേന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാറുണ്ടോ മോളെ? നമ്മുടെ ഇല്ല, ഉണ്ടല്ലേ. ആദിശ്രീ ഭയങ്കര ചർച്ചയിലാണല്ലോ ആദിശ്രീ. അമ്മ തല്ലാറുണ്ടോ ആദിശ്രീ? ഉണ്ടാ? അപ്പോ നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ നമ്മളെ വഴക്ക്, ഫാത്തിമ, സിദ്ദിഖ് എല്ലാവർക്കും അടി കിട്ടാറുണ്ട് അല്ലെ. ആദ്യം പറഞ്ഞു ആരും കിട്ടാറില്ല എന്ന്, അപ്പൊ എല്ലാവർക്കും കിട്ടാറുണ്ട് നല്ലപോലെ അല്ലെ. ഇപ്പോ പ്രത്യേകിച്ച് സ്കൂളിലും പോകാത്തോണ്ട് നല്ല പോലെ കിട്ടുന്നുണ്ടാവും എന്തായാലും അല്ലേ. അപ്പോ നമ്മുടെ പാരന്റ്സ് നമ്മളെ ചിലപ്പോ തല്ലും, വഴക്ക് പറയും, ഇടിക്കും, കുത്തും ഒക്കെ ചെയ്യല്ലേ. പക്ഷേ അവര് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. നമ്മള് നന്നായി പഠിക്കാനും നല്ല കുട്ടികളാവാനും വേണ്ടിയാണ് ചിലപ്പോ നമ്മള് വഴക്കെല്ലാം പറയുന്നത് അല്ലേ. അതൊന്നും കേട്ട് ആരും പാരന്റ്സിനോട് വഴക്കുണ്ടാക്കാനോ പിണങ്ങാനോ ഒന്നും പാടില്ല അല്ലേ. അപ്പോ നമ്മൾ എവിടെയാണോ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് താമസിക്കുന്നത് അതാണ് നമ്മുടെ ഹൗസ് അല്ലേ. അത് വലിയതാവാം ചെറിയതാവാം, 2 നിലയുള്ള വീടാവാം അല്ലെ, ഓട് വെച്ച വീടാവാം, കുഞ്ഞു വീടായിരിക്കാം. എന്നാലും ദാറ്റ്സ് അവർ ഹൗസ് അല്ലേ. നമ്മൾ ഏറ്റവും ഹാപ്പി ആവുന്നത് നമ്മുടെ ഹൗസിലാണല്ലേ. അപ്പോ നമുക്ക് ഹൗസിൽ ഒരുപാട് മുറികൾ ഉണ്ടാവാം, കുറച്ച് മുറികൾ ഉണ്ടാവാം അല്ലെ. അതൊക്കെ ഓരോരുത്തരുടെ വീടും പല ടൈപ്പാണ് അല്ലെ. അപ്പോ നോർമലി ഒരു വീട്ടില് ഒരു വീടുണ്ടാകാം. ആ വീട്ടിൽ ഒരു ലിവിംഗ് റൂമും ഒരു ബെഡ്റൂമെങ്കിലും ഉണ്ടാകും അല്ലെ. ഒരു ബെഡ്റൂം ഉണ്ടാകും, കിച്ചൺ ഉണ്ടാകും, ബാത്റൂം ഉണ്ടാകും അല്ലെ. ബെഡ്റൂമിൽ നമ്മള് കിടന്നുറങ്ങും അല്ലെ. ബെഡ്റൂമിൽ നിന്നാണോ ഭക്ഷണം കഴിക്കാറ്? ഇല്ല അല്ലെ. ബെഡ്റൂമിൽ നിന്നൊന്നും ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മുടെ ബെഡിന്റെ മുകളിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അല്ലെ. അതൊക്കെ ബാഡ് ഹാബിറ്റ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചു, ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം നമ്മുടെ ബെഡിലെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോ നമ്മൾ എന്ത് കടിക്കും? ഉറുമ്പ് കടിക്കും അല്ലെ. നമ്മള് സ്വീറ്റ്സും നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റും ഒക്കെ നമ്മുടെ ബെഡിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായി കിടന്നുറങ്ങാൻ പറ്റില്ല അല്ലെ. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോ ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിലൊരു പ്ലേസ് ഉണ്ട് അല്ലെ. ഒരു ഡൈനിങ് റൂം ഉണ്ടാവാം, ഇല്ലെങ്കിൽ കിച്ചണിൽ നിന്നായിരിക്കാം അല്ലെ. എല്ലാ വീട്ടിലും ഡൈനിങ് റൂം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചില വീടുകളിൽ ഡൈനിങ് റൂം ഉണ്ടാകാം, ഇല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് അല്ലെ. കിച്ചണിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുക അല്ലെ. അപ്പോ
നമ്മൾക്ക് ഓരോ ഡ്യൂട്ടിയും ചെയ്യാം. ഓരോരോ റൂം ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ? ബാത്റൂമിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാ? കുളിക്കും അല്ലേ? കുളിക്കും, നമ്മൾ ടോയ്ലറ്റിൽ പോവും, അതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ബാത്റൂം അല്ലേ? അപ്പോ കിടന്നുറങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മളെ ബെഡ്റൂം അല്ലേ? അപ്പോ നമ്മൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ TV ഒക്കെ കണ്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് നമ്മുടെ ലിവിംഗ് റൂം അല്ലേ? നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂം. പിന്നെ ഉണ്ട് കിച്ചൺ അല്ലേ? കിച്ചണിൽ നിന്നാണ് അമ്മ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരിക അല്ലേ? ബിരിയാണി, നെയ്ച്ചോറ് അല്ലേ? ദോശ, ഇഡ്ഡലി, പുട്ട് അല്ലേ? ലഡു അല്ലേ? അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി തരും അല്ലേ അമ്മ? പായസം ഉണ്ടാക്കി തരും അല്ലേ? അപ്പൊ അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? കിച്ചണിൽ നിന്നാണ് അല്ലേ? കിച്ചണിൽ നിന്നാണ് അമ്മ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരിക അല്ലേ? കിച്ചണിലൊക്കെ പോവാറുണ്ടോ നിങ്ങള്? അമ്മ കിച്ചണില് ഫുഡ് ഉണ്ടാക്കുമ്പോ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എത്ര പേര് അമ്മമാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? എത്ര പേര് ചെയ്യാറുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ? അറഫാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഐവിൻ ജോസഫ് ഉണ്ട് ഇല്ലേ? അൻവിത പ്രജീഷ് ഉണ്ട് അല്ലേ? എല്ലാവരും ഫുഡ് ഉണ്ടാക്കുമ്പോ അമ്മേനെ ഹെൽപ്പ് ഒക്കെ ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യണം ഫുഡ് ഉണ്ടാക്കുമ്പോ. എന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി ചൂടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ദേഹത്തൊക്കെ ഒഴിച്ച് പണിയാക്കാൻ പാടില്ല. എന്നാലും ചെറുതായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മള് നല്ല മക്കളാവണം അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ പാരന്റ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താവും? അവർക്ക് വിഷമാവൂലേ? നമ്മുടെ മക്കള് ഭയങ്കര കുസൃതിയാണ് എന്ന് പറയുമ്പോ പാരന്റ്സിന് ഭയങ്കര സങ്കടാവും അല്ലേ? ഹൈജോ, വൈ ആർ യു ക്രൈയിങ്? ഹൈജോ, മൂപ്പര് കാര്യമായ ചർച്ചയിലാണ് എന്തോ. ഹൈജോ ലിസൺ ട്ടോ. നമ്മള് അമ്മമാരോടൊന്നും വഴക്കുണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ഫാമിലി അല്ലേ? അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഇതാ കഴിയാൻ പോകുന്നു. ഇപ്പൊ കട്ടാകും. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ നമുക്ക് ബാക്കിയും കൂടി പറയാം അല്ലേ? ഫാമിലിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വരിക അല്ലേ? നമ്മുടെ ഫാമിലി, നമ്മുടെ റൂം ഇതൊക്കെ നോക്കുക. ഇനി ആരും കുസൃതി ഒന്നും കളിക്കാതെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അമ്മേന്റെ കയ്യിൽ നിന്ന് തല്ലൊന്നും മേടിക്കാതെ 1:15-നല്ലേ നമുക്ക് ക്ലാസ്? ആണോ? അല്ല വൈകുന്നേരമാണോ? വൈകുന്നേരമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ആ ടൈം ആവുമ്പോ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നല്ല കുട്ടികളായിട്ട് വരിക. കുസൃതി ഒന്നും കളിക്കരുത്.